ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും നാളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ്, നമുക്ക് ഫ്രൈഡേ ഉണ്ടായ ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഫ്രൈഡേ ഒരു സെല്ലിംഗ് സൈഡ്, നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് തന്നിട്ടാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. നിങ്ങളിവിടെ കാണുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കാൻഡിൽ സൈസ് ഒക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡില് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അത്രയും നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് ഫ്രൈഡേ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫർദർ ഇതിനെ ഇനിയും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആയിരുന്നു നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തത്. അത് പ്രകാരം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ട് ട്രേ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാം. ഇവിടെ ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റിവേഴ്സൽ ആണ് മാർക്കറ്റ് ഇവിടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ തന്നത്. കുറച്ച് നാളിന് ശേഷം ആദ്യമായിട്ട് നിഫ്റ്റിയെക്കാളും സ്ട്രോങ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ആയിട്ടുണ്ട്. വളരെ കാലമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റി ഈ ഒരു റാലി, ഈ ഒരു സ്ട്രോങ് അപ്സൈഡിലേക്കുള്ള റാലി നടത്തുമ്പോഴൊക്കെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി കുറച്ചു കാലമായിട്ട് നന്നായിട്ട് ഒരു നിഫ്റ്റിയെ കൂടി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റി വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു ക്യാൻഡിലാണ്, ഡെയിലി ക്യാൻഡിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഈ ഒരു പ്രീവിയസ് ഡേ സെല്ലിങ്ങിനെ ഒരു ഏകദേശം ഹാഫിന് മുകളിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സിഗ്നൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നിഫ്റ്റിയിൽ തന്നെ 50 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് നോക്കാം. നാളത്തെ ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു ലൈനിലാണ് നമ്മൾ, കാരണം ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു റേഞ്ച്. കാരണം മുമ്പ് ഇവിടെ മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ഇവിടെ ഒരു ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു സെക്കൻഡ് വീണ്ടും ടെസ്റ്റ്, ഇവിടെയും ടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട് മാർക്കറ്റ്. മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ട് പിന്നെയും ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഇവിടെ ഒരു 25,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലാണ് ഈ ഒരു ലൈനിൽ ഞാൻ വരച്ചത്. പിന്നെ ഇത് ഇന്നത്തെ ക്ലോസിംഗ്, അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് മിനിയാന്ന് സെല്ലിംഗ് നടന്ന ഒരു പോയിന്റ് ആണിത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒന്നും കൂടി താഴോട്ട് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ, അതായത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകുന്ന ഒരു പ്രൈസ് ആക്ഷൻ ആണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് നമുക്ക് മാർക്കറ്റ് നാളെ ആക്ട് ചെയ്യും. നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്ന നിഫ്റ്റിയിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ചാർട്ടിൽ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു. ഇവിടെ ഈ ഒരു 25,000 ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ഷോർട്ട് കവറിങ് നടത്തിയിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇന്നത്തെ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും 3.42 lakh ആളുകൾ കോൾ സെല്ല് ചെയ്ത് 25,000 എന്ന സ്ട്രൈക്ക് പ്രൈസിൽ കോൾ സെല്ല് ചെയ്തത് ഇന്നലെ 66 ലക്ഷം കോൾ സെല്ലേഴ്സ് ആണ് ഇന്നലെ സെല്ല് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇന്നത്തെ ഈ ഒരു അപ് ട്രെൻഡ് കാണുമ്പോൾ ഒരു 3.42 lakh സെല്ലേഴ്സ് അത് ഷോർട്ട് കവർ, അതായത് അവർ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അവിടെ ഇപ്പോഴും നല്ലൊരു കോൾ സെല്ലേഴ്സ് ഇപ്പോഴും 25,000 എന്നുള്ള മാർക്കിലുണ്ട്. ഇൻ കേസ് നാളെ ഈ ഒരു ലെവല് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണ്, അതായത് നല്ല സ്ട്രോങ് ആയിട്ട്
ബ്രേക്ക് ചെയ്ത് ഈ ഒരു 50 മിനിറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു ശതമാനം ആൾക്കാരും വീണ്ടും അവരുടെ സെല്ലിംഗ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി, അതൊരു പോസിബിലിറ്റിയാണ്. സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ലൈന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ നമ്മൾ അടുത്ത് നോക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ ഈ ഒരു റിവേഴ്സൽ ഇന്നലത്തെ ഈ ഒരു സെല്ലിങ്ങിനെ ഓൾമോസ്റ്റ് 70%ഓളം റിവേഴ്സൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാണ്ട്, ഒന്ന് ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്ത ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെയാണ് മാർക്കറ്റ് മുമ്പ് ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ഇൻ കേസ് അപ്സൈഡ് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പം ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സൽ ആയിട്ട് വീണ്ടും അപ്സൈഡ് അങ്ങനെ ഒരു പോസിബിലിറ്റി. കാരണം മാർക്കറ്റ് ഓൾറെഡി ഇന്ന് നല്ലൊരു മൂവ്മെന്റ് അപ്സൈഡിലേക്ക് തന്നു. സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ആണ്. സോ ഒരു റിട്രേസ്മെന്റ് തന്നിട്ടായിരിക്കും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ നമ്മൾ ആദ്യം നോക്കേണ്ട ഇന്നുണ്ടായ ഈ ലാസ്റ്റ് അവറിലുണ്ടായ ഈ ഒരു ബൈയിങ് സ്വിംഗ് ആണ്. ഇതൊരു നല്ല സ്ട്രോങ് സ്വിംഗ് ആയിട്ടാണ് കാണുന്നത്. സോ മാർക്കറ്റ് ഇത് നാളെ റിവേഴ്സൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അപ്സൈഡുള്ള ഒരു ട്രേഡാണ്. കാരണം ഈ ഒരു ബൈയിങ് സ്വിംഗ് നാളെ ഇത് കംപ്ലീറ്റ്ലി സെല്ലേഴ്സ് റിവേഴ്സ് ആക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബൈയിങ് സൈഡ് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നോക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.